ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ മാർജിനൽ കോൺസെപ്റ്റ്സിലെ ലാസ്റ്റ് പാർട്ട് 4 കടക്കുകയാണ്. അതിലാദ്യം വരുന്നതാണ് മാർജിനൽ റവന്യൂ. സോ മാർജിനൽ റവന്യൂ ഇസ് ദി അഡീഷൻ മെയ്ഡ് ടു ടോട്ടൽ റവന്യൂ വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഔട്ട്പുട്ട് ഇസ് സോൾഡ്. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടും കൂടെ വിറ്റ് കഴിയുമ്പം അത് ടോട്ടൽ റവന്യൂയിലോട്ട് എത്രത്തോളം അഡീഷൻ ആണ് വരുത്തുന്നത്, അതിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. So marginal revenue is also the slope of total revenue function. Mathematically പറയുകയാണെങ്കിൽ total revenue functionന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് marginal revenue. So it can be represented as MR is equal to TRN minus TRN minus 1. Mathematically represent ചെയ്യുകയാണെങ്കിൽ marginal revenue is equal to derivative of total revenue with respect to Q. അവിടെ Q എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദി ഔട്ട്പുട്ട് സോൾഡ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഔട്ട്പുട്ട് വിൽക്കുന്ന ആ ഒരു അളവിന് മാറ്റം വരുന്ന അനുസരിച്ച് ടോട്ടൽ റവന്യൂവിലും മാറ്റം വരും. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് സോൾഡ് കൂടുതലാണെങ്കിൽ ടോട്ടൽ റവന്യൂവും കൂടി വരും. അതേപോലെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കുറവാണെങ്കിൽ ടോട്ടൽ റവന്യൂ അവിടെ കുറഞ്ഞായിരിക്കും വരുന്നത്. അതാണ് ആ ഡെറിവേറ്റീവ് ഓഫ് ടി ആർ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് ക്യൂ എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദി മാർജിനൽ റവന്യൂ. ഇനി ടോട്ടൽ റവന്യൂ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. സോ എം ആർ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ടി ആർ ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ക്യൂവിൽ ആ ടി ആറിൻ്റെ സ്ഥാനത്ത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുവാണെങ്കിൽ എം ആർ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് പി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ക്യൂ എന്ന് എഴുതാൻ പറ്റും. അടുത്തതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആർ ആൻഡ് എം ആർ. ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ ആവറേജ് റവന്യൂ ഇസ് ദി റവന്യൂ റിസീവ്ഡ് ഫ്രം പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിറ്റ് കഴിയുമ്പം ഫേംസിന് കിട്ടുന്ന റവന്യൂ, വരുമാനമാണ് ആവറേജ് റവന്യൂ. അപ്പോൾ ഫേംസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിൽക്കുമ്പം കിട്ടുന്ന വരുമാനമാണെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടാണ് മേടിക്കുന്നതെങ്കിൽ കൺസ്യൂമേഴ്സ് കൊടുക്കേണ്ട വില, പ്രൈസ്. സോ ആവറേജ് റവന്യൂവും പ്രൈസും എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. സോ ആവറേജ് റവന്യൂ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ടി ആർ ഡിവൈഡഡ് ബൈ ക്യൂ. അവിടെ ടി ആർ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാം പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത്. അപ്പോൾ പ്രൈസ് എന്നുള്ളതും ആവറേജ് റവന്യൂവും രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി എന്നുള്ളത് ആവറേജ് റവന്യൂ മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി എന്നും എഴുതാൻ പറ്റും. ഇവിടെ ക്യൂ എന്ന് പറയുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് സോൾഡ് ആണ്. ഈ ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുമ്പം അത് മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ ബേസ് ചെയ്ത് ഈ റിലേഷൻഷിപ്പിന് മാറ്റം വരും. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, രണ്ട് മൊണോപ്പൊളി മാർക്കറ്റ്. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നമുക്കറിയാം. ദാറ്റ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് സെല്ലിംഗ് ഹോമോജീനസ് പ്രോഡക്ട്സ് വിത്ത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ദി ഫേംസ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇൻഡസ്ട്രിയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ഫേംസ്, ഒരേ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഫേംസ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് ആ പ്രൈസിങ് പാറ്റേൺ ആണ് ഇൻഡിവിജ്വൽ ഫേംസ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഡസ്ട്രി ഇസ് ദ പ്രൈസ് മേക്കർ ആൻഡ് ഇൻഡിവിജ്വൽ ഫേംസ് ആർ ദ പ്രൈസ് ടേക്കേഴ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് നമ്മൾ ഓൾറെഡി മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻഡസ്ട്രി പ്രൈസ് മേക്കർ ആയതുകൊണ്ടും ഇൻഡിവിജ്വൽ ഫേംസ് പ്രൈസ് ടേക്കേഴ്സ് ആയതുകൊണ്ടും ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ കർവ്സ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഈക്വൽ ആയിരിക്കും, ഒപ്പം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും ആയിരിക്കും. അതായത് ഇറ്റ് വിൽ ബി എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ്. സോ എം ആർ ഈക്വൽസ് എ ആർ എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. സിൻസ് എം ആർ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ടി ആർ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് ക്യൂ, ടി ആറിനെ നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പം ഡെറിവേറ്റീവ് ഓഫ് പി മൾട്ടിപ്ലൈഡ് ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ക്യൂ എന്ന് വരും. സോ ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ? ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് യു വി ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി യു ഡി വി ബൈ ഡി എക്സ് പ്ലസ് ബി ഡി യു ബൈ ഡി എക്സ് എന്നാണ് കിട്ടുന്നത്. സോ ഈ പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്നത് എം ആറിൽ അപ്ലൈ ചെയ്യുമ്പം എം ആർ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് പി മൾട്ടിപ്ലൈഡ് ബൈ ക്യൂ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് ക്യൂ എന്നാണല്ലോ. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പം പി ഡി ക്യൂ ബൈ ഡി ക്യൂ പ്ലസ് ക്യൂ ഡി പി ബൈ ഡി ക്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഡി ക്യൂ ബൈ ഡി ക്യൂ എന്നുള്ളത് 1 ആണ്. സോ പി പ്ലസ് ക്യൂ ഡി പി ബൈ ഡി ക്യൂ എന്ന് കിട്ടും.
ഇനി ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ആണ്. ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കറിയാം. സോ വീണ്ടും ടി ആറിൻ്റെ അവിടെ പി ഇൻറ്റു ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എഴുതി കഴിയുമ്പം പി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ക്യൂ ക്യാൻസൽ ആയി പോകുമ്പം നമുക്ക് ഫൈനലി ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ് എന്ന് തന്നെയാണ് കിട്ടുന്നത്. സോ സിൻസ് ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ്, നമുക്ക് നേരത്തെ മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഡി പി ബൈ ഡി ക്യൂ എന്ന് കിട്ടിയിരുന്നു. ആ പിൻ്റെ സ്ഥാനത്ത് നമുക്ക് എ ആർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇക്വേഷൻ 1 കിട്ടുകയാണ്. ദാറ്റ് ഈസ് എം ആർ ഇസ് ഈക്വൽ ടു എ ആർ പ്ലസ് ക്യൂ ഡി പി ബൈ ഡി ക്യൂ. സോ ഇക്വേഷൻ 1 കാണിക്കുന്നത് പ്രൈസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് സോൾഡ് എന്നാണ്. അതായത് എത്രത്തോളം ഔട്ട്പുട്ട് കൂടുതൽ വിറ്റുപോയാലും പ്രൈസ് റിമെയിൻസ് ദി സെയിം. പ്രൈസ് അവിടെ ചേഞ്ച് ആകുന്നില്ല എന്നുള്ളതാണ് ആ ഇക്വേഷൻ കാണിക്കുന്നത്. അതായത് നമുക്ക് ഡി പി ബൈ ഡി ക്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം, ഡി പി ബൈ ഡി ക്യൂ പ്രൈസിനെ വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0 ആയിട്ടാണ് കിട്ടുന്നത്. ഡി പി ബൈ ഡി ക്യൂ സ്ലോപ്പ് ഇസ് 0. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ, ആ ലൈനിൻ്റെ സ്ലോപ്പ് അവിടെ 0 ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഡി പി ബൈ ഡി ക്യൂ 0 ആയി കഴിയുമ്പോൾ ക്യൂ മൾട്ടിപ്ലൈഡ് ബൈ 0 ഇസ് 0 itself. സോ എ ആർ പ്ലസ് 0 എന്ന് പറയുന്നത് എ ആർ തന്നെയാണ്. സോ ഹെൻസ് ഇറ്റ് ഇസ് പ്രൂവ്ഡ് ദാറ്റ് എം ആർ ഇസ് ഈക്വൽ ടു എ ആർ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ദാറ്റ് എ ആർ ആൻഡ് എം ആർ ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കർവ്സ്. അടുത്തതാണ് monopoly market structure. So monopoly is a market structure wherein there is only a single seller and large number of buyers selling products with no close substitutes, due to which the monopolist can practice price discrimination. അപ്പോൾ ഇവിടെ monopoly മാർക്കറ്റിൽ ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് monopolist is the price maker itself. ഒരു മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിൽ എ ആർ ആൻഡ് എം ആർ കർവ്സ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതോടൊപ്പം തന്നെ എം ആർ കർവ് വിൽ ബി ലെസ് ദാൻ എ ആർ കർവ്. മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിൽ എ ആർ കർവും എം ആർ കർവും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാൻ കാര്യം തന്നെ ഒരു മൊണോപ്പൊളിസ്റ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ആണ് കൺസ്യൂമേഴ്സിൽ നിന്നും ചാർജ് ചെയ്യുന്നത്. അവിടെ പ്രൈസ് കോൺസ്റ്റൻ്റ് അല്ല. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സപ്പോസ് മൊണോപ്പൊളിസ്റ്റിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് ആണ് അവിടെ പ്രൈസ് മേക്കർ. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിൻ്റെ ഇഷ്ടം അനുസരിച്ച് മൊണോപ്പൊളിസ്റ്റിന് പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എ ആർ കർവും എം ആർ കർവും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആൻഡ് ഇൻഇലാസ്റ്റിക് ആയിട്ട് നിൽക്കുന്നത്. സോ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇക്വേഷൻ 1 കണ്ടിരുന്നു എം ആർ ഇസ് ഈക്വൽ ടു എ ആർ പ്ലസ് ക്യൂ ഡി പി ബൈ ഡി ക്യൂ എന്ന്. ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡി പി ബൈ ഡി ക്യൂ ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു. കാരണം സ്ലോപ്പ് അവിടെ 0 ആയിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു എ ആർ ആൻഡ് എം ആർ കർവ്സ്. പക്ഷേ മൊണോപ്പൊളി മാർക്കറ്റിൽ എ ആർ ആൻഡ് എം ആർ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഒപ്പം ഇൻഇലാസ്റ്റിക്കും ആയതുകൊണ്ട് ഡി പി ബൈ ഡി ക്യൂ ഇസ് ലെസ് ദാൻ 0. ഇറ്റ് മീൻസ് വെൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് സോൾഡ് ഇൻക്രീസസ് ഇറ്റ്സ് പ്രൈസ് ഡിക്രീസസ്. അതിനർത്ഥം ഫേംസ് കൂടുതൽ ഔട്ട്പുട്ട് വിൽക്കും തോറും പ്രൈസ് കുറച്ചായിരിക്കും വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊണോപ്പൊളി മാർക്കറ്റിൽ എം ആർ ഇസ് ലെസ് ദാൻ എ ആർ. അടുത്തതാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആർ എം ആർ ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കൊമോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അപ്പോൾ അതിനെ നമ്മൾ ഇക്വേഷൻ ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് divided by percentage change in the price of good X. Symbolically represent ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അതായത് ഗുഡ് എക്സിൻ്റെ പ്രൈസിൽ മാറ്റം വരുന്ന അനുസരിച്ച് ആ ഗുഡ് എക്സിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം മാറ്റമാണോ സംഭവിക്കുന്നത് അതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു ആൻഡ് വൈസ് വേഴ്സ. ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് അവിടെ ഒരു സിംബോളിക്കലി എഴുതുമ്പം നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കണ്ടിരുന്നു എം ആർ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഡി പി ബൈ ഡി ക്യൂ എന്ന്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡി പി ബൈ ഡി ക്യൂ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. സ്ലോപ്പ് 0 ആണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതേസമയം മൊണോപ്പൊളി മാർക്കറ്റിൽ ഡി പി ബൈ ഡി ക്യൂ ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് തന്നെ എ ആർ ആൻഡ് എം ആർ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആൻഡ് ഇൻഇലാസ്റ്റിക് ആണ്. സോ ഈ ഇക്വേഷനിൽ നിന്നും പി ഫാക്ടർ ഔട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എം ആർ ഇസ് ഈക്വൽ ടു പി മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് ക്യൂ ബൈ പി ഇൻറ്റു ഡി പി ബൈ ഡി ക്യൂ എന്ന്. അതായത് ഇങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക്
പിനെ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ ടേംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടും പി മൾട്ടിപ്ലൈഡ് ബൈ 1 ഇസ് പി പ്ലസ് പി മൾട്ടിപ്ലൈഡ് ബൈ ക്യൂ ബൈ പി മൾട്ടിപ്ലൈഡ് ബൈ ഡി പി ബൈ ഡി ക്യൂ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പി ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഡി പി ബൈ ഡി ക്യൂ എന്ന് കിട്ടും. സോ നമുക്ക് നേരത്തെ ഈ എം ആർ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഡി പി ബൈ ഡി ക്യൂ എന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ പി ഫാക്ടർ ഔട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഇങ്ങനെയൊന്ന് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. സോ നമുക്കിപ്പോൾ പി ഫാക്ടർ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എം ആർ ഇസ് ഈക്വൽ ടു പി ബ്രാക്കറ്റ്സിൽ 1 പ്ലസ് ക്യൂ ബൈ പി മൾട്ടിപ്ലൈഡ് ബൈ ഡി പി ബൈ ഡി ക്യൂ എന്നാണ്. സോ പ്രൈസും എ ആറും സെയിം ആണെന്ന് അറിയാലോ. ആവറേജ് റവന്യൂ ആൻഡ് പ്രൈസ് ഇസ് ദ സെയിം. സോ പിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആവറേജ് റവന്യൂ എന്ന് എഴുതാൻ പറ്റും. സോ എം ആർ ഇസ് ഈക്വൽ ടു എ ആർ മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് ക്യൂ ബൈ പി ഇൻറ്റു ഡി പി ബൈ ഡി ക്യൂ എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ ക്യൂ ബൈ പി ഇൻറ്റു ഡി പി ബൈ ഡി ക്യൂ എന്നുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റെസിപ്രോക്കൽ ഫോമിലാണ് കിടക്കുന്നത്. ശരിക്കും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നാണ്. ഇവിടെ നേരെ തിരിച്ചാണ് കിടക്കുന്നത്. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ ഇൻറ്റു ക്യൂ ബൈ പി എന്നാണ് കിടക്കുന്നത്. സോ ഇത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ റെസിപ്രോക്കൽ ഫോമിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് 1 ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് എഴുതാൻ പറ്റും. സോ ആ നെഗറ്റീവ് സൈനും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ആ നെഗറ്റീവ് സൈനും കൂടി ആഡ് ചെയ്ത് ക്യൂ ബൈ പി ഇൻറ്റു ഡി പി ബൈ ഡി ക്യൂവിൻ്റെ സ്ഥാനത്ത് -1 ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് ഇ പി അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പറ്റും. സോ ഫൈനലി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എം ആർ ഇസ് ഈക്വൽ ടു പി മൾട്ടിപ്ലൈഡ് ബൈ ബ്രാക്കറ്റ്സിൽ 1 പ്ലസ് -1 ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ്. സോ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും അതിനെ എഴുതാം പി മൾട്ടിപ്ലൈഡ് ബൈ ബ്രാക്കറ്റ്സിൽ 1 മൈനസ് 1 ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. സോ ഈ ഇക്വേഷൻ ആണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആർ ആൻഡ് എം ആർ കർവ് കാണിക്കുന്നത്. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂവും എ ആറിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും മാർജിനൽ റവന്യൂ എത്രയാണ് എന്നുള്ളത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സപ്പോസ് പ്രൈസ് 10 റുപ്പീസും ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് 10 റുപ്പീസും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 2 ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് പി മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് 1 ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇവിടെ പി 10 ആയിട്ട് വരും, ഇലാസ്റ്റിസിറ്റി 2 ആയിട്ട് വരും. സോ 10 മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് 1 ബൈ 2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പം 1 ബൈ 2 എന്നുള്ളത് 0.5 ആണ്. സോ 1 മൈനസ് 0.5 തന്നെ. ആൻഡ് 0.5 മൾട്ടിപ്ലൈഡ് ബൈ 10 വിൽ ബി 5. സോ പ്രൈസ് ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 10 ആയിരിക്കുമ്പം ഇലാസ്റ്റിസിറ്റി 2 ആണെങ്കിൽ മാർജിനൽ റവന്യൂ വിൽ ബി 5. സോ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം എ ആർ കർവും എം ആർ കർവും കൊടുത്തിട്ടുണ്ട്. ഒപ്പം എ ആർ കർവിൻ്റെ ഓരോ പോയിന്റിലും ഇലാസ്റ്റിസിറ്റി എത്രയാണ് എന്നുള്ളതും പോയിന്റ് മെത്തേഡ് യൂസ് ചെയ്ത് മെഷർ ചെയ്തിട്ടുണ്ട്. സോ പോയിന്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഡിമാൻഡ് കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി എത്രയാണ്. സോ ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ലോവർ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. അപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ ആവറേജ് റവന്യൂ തന്നെയാണ് ഡിമാൻഡ് കർവ്. കാരണം ആവറേജ് റവന്യൂ തന്നെയാണ് പ്രൈസ് കർവ്. അപ്പോൾ പ്രൈസ് എത്രയാണോ ഒരു ലെവൽ ഓഫ് പ്രൈസിൽ എത്ര ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് വിറ്റ് പോകുന്നത് അത് ഫേംസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴാണ് വിറ്റ് പോകുന്നത്. അതേസമയം കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവിടെ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുകയാണ്. സോ ആവറേജ് റവന്യൂ ഇസ് നത്തിങ് ബട്ട് ദി ഡിമാൻഡ് കർവ് ഇറ്റ് സെൽഫ്. സോ സപ്പോസ് നമ്മൾ എ ആർ കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവിൽ ഒരു പോയിന്റ് എ എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൻ്റെ ഇലാസ്റ്റിസിറ്റി എത്രയാണ് എന്നറിയണമെങ്കിൽ യൂസിങ് പോയിന്റ് മെത്തേഡ് ലോവർ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ആണ്. സോ പോയിന്റ് എയിലെ ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ എ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് അപ്പർ സെഗ്മെന്റ് ഇല്ല, സോ ഡിവൈഡഡ് ബൈ 0. സോ ഇ എ ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് വരും. സോ പോയിന്റ് എയിലെ ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻഫിനിറ്റി. അതേപോലെ സപ്പോസ് നമ്മൾ വേറൊരു പോയിന്റ് നമുക്ക് എടുക്കാം, പോയിന്റ് ബി. പോയിന്റ് ബിയിൽ എടുക്കുകയാണെങ്കിൽ ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ബി ഇ ആണ് ആൻഡ് അപ്പർ സെഗ്മെന്റ് ഇസ് ബി എ. സോ ബി ഇ ഡിവൈഡഡ് ബൈ ബി എ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോവർ സെഗ്മെന്റ് കൂടുതലും അപ്പർ സെഗ്മെന്റ് കുറവുമാണ്. സോ ദെയർ ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1.
അതേപോലെ പോയിന്റ് സിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലോവർ സെഗ്മെന്റ് സി ഇ ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് സി എ. അത് രണ്ടും ലോവർ ആൻഡ് അപ്പർ സെഗ്മെന്റ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. പോയിന്റ് ഡിയിൽ കാണാൻ പറ്റുന്നത് ലോവർ സെഗ്മെന്റ് ഡി ഇ ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഡി എ. അവിടെ ലോവർ സെഗ്മെന്റ് ചെറുതും അപ്പർ സെഗ്മെന്റ് ആണ് വലുതും. സോ ദ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. ആൻഡ് ഫൈനലി പോയിന്റ് ഇയിലെ ഇലാസ്റ്റിസിറ്റി എടുക്കുകയാണെങ്കിൽ ലോവർ സെഗ്മെന്റ് അവിടെ ഇല്ല. സോ 0 ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഇ എ. സോ 0 ഡിവൈഡഡ് ബൈ ഇ എ ഇസ് 0 ഇറ്റ്സെൽഫ്. സോ അവിടെ ഇലാസ്റ്റിസിറ്റി 0 ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഡയഗ്രാമിൽ എ ആർ ആൻഡ് എം ആർ കർവ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുവാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുന്ന സമയത്ത് മാർജിനൽ റവന്യൂ ഡിക്രീസിങ് ആണെങ്കിലും പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. ഒപ്പം ആവറേജ് റവന്യൂ അല്ലെങ്കിൽ ആ എ ബി എന്നുള്ള ആ പോർഷൻ അല്ലെങ്കിൽ സി എ വരെയുള്ള പോർഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ ഡിമാൻഡ് കർവ് ഇസ് ഇലാസ്റ്റിക് ആൻഡ് ആ സമയത്ത് ടോട്ടൽ റവന്യൂ വിൽ ബി ഇൻക്രീസിങ്. ഇനി ഇലാസ്റ്റിസിറ്റി 1 ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാം മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ആ സമയത്ത് ഡിമാൻഡ് കർവ് വിൽ ബി യൂണിറ്റ് ഇലാസ്റ്റിക്. ഡിമാൻഡ് വിൽ ബി യൂണിറ്റ് ഇലാസ്റ്റിക്. ആ സമയത്ത് ടോട്ടൽ റവന്യൂ വിൽ റീച്ച് ഇറ്റ്സ് മാക്സിമം. അതിനുശേഷം ഇഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് മാർജിനൽ റവന്യൂ നെഗറ്റീവ് ആയി മാറി ഒപ്പം ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയി. അതായത് സി തൊട്ട് ഈ വരെയുള്ള പോർഷനിൽ ഡിമാൻഡ് കർവ് ഇൻഇലാസ്റ്റിക് ആയിട്ട് മാറി. ആ ടൈമിൽ ടോട്ടൽ റവന്യൂ വിൽ സ്റ്റാർട്ട് ടു ഫോൾ. അടുത്തതാണ് പ്രൈസ് ക്രോസ് ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കോമഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ സെയിം കോമഡിറ്റി. ഇതിനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് പ്രൈസ് ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് എക്സ്. അടുത്തത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് വൈ. അതായത് ഗുഡ് വൈയുടെ പ്രൈസിൽ മാറ്റം വരുന്ന അനുസരിച്ച് ഗുഡ് എക്സിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിലാണ് മാറ്റം വരുന്നതെങ്കിൽ അതിനെയാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സിനെ പറ്റിയിട്ടാണ്. സോ ക്രോസ് ഇലാസ്റ്റിസിറ്റിയെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് പ്രൈസ് ഓഫ് ഗുഡ് വൈ മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ്. ആൻഡ് അടുത്തതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ മാറ്റം വരുന്ന അനുസരിച്ച് ഗുഡ് എക്സിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരികയാണെങ്കിൽ അതിനെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ക്യാൻ ബി സിംബോളിക്കലി റെപ്രസെൻറ്റഡ് ആസ് ഡെറിവേറ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ multiplied by income of the consumer which is denoted as y divided by quantity demanded of x. സോ ഈ പ്രൈസ് ക്രോസ് ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റിയെ ഒറ്റ ഇക്വേഷനിൽ എഴുതുവാണെങ്കിൽ അതായത് ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ വെയർ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് ഇസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ സോ ആൻഡ് സോ ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി പി എക്സ് പ്ലസ് ഓർ മൈനസ് സി പി വൈ പ്ലസ് ഓർ മൈനസ് ഡി വൈ. ഈ ഇക്വേഷൻ്റെ അർത്ഥം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് ഗുഡ് എക്സ്, പ്രൈസ് ഓഫ് ഗുഡ് വൈ ആൻഡ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ഈ ഒരു ഒറ്റ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സിനെ വെച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഇൻറ്റർസെപ്റ്റ് ടേം ആണ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു പ്രൈസ് ഓഫ് എക്സ് എന്നുള്ളത് പി എക്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് പി വൈ ഇസ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൈ ആൻഡ് വൈ ഈസ് ദി ഇൻകം. ആൻഡ് ഇവിടെ മൈനസ് ബി, സി ആൻഡ് ഡി എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് ആണ്. കോഎഫിഷ്യൻസ് ഓഫ് പ്രൈസ് ഓഫ് എക്സ്, പ്രൈസ് ഓഫ് വൈ ആൻഡ് ഇൻകം റെസ്പെക്റ്റീവ്ലി.
സോ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മാത്രം എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇ പി ഓർ നെഗറ്റീവ് ബി ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് പ്രൈസ് ഓഫ് എക്സ്. ഇവിടെ മൈനസ് ബി എന്ന് കാണിക്കുന്നത് ആ നെഗറ്റീവ് സൈൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് നെഗറ്റീവ് ബി എന്ന് പറയുന്നത് ഗുഡ് എക്സിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് സി ആൻഡ് ഡി എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് ഫോർ ഗുഡ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് വൈ, അതായത് ക്രോസ് ഇലാസ്റ്റിസിറ്റിയുടെ സ്ലോപ്പാണ് സി കാണിക്കുന്നത്. അതേസമയം ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ സ്ലോപ്പാണ് ഡി കാണിക്കുന്നത്. സോ ക്രോസ് ഇലാസ്റ്റിസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ഇ എക്സ് വൈ or C is equal to derivative of quantity demanded of good X with respect to derivative of price of Y. അതേപോലെ income elasticity EY or D is equal to derivative of quantity demanded of good X with respect to derivative of income of the consumer. So cross elasticity of demand in the coefficient എന്ന് പറയുന്നത് C ആണ്. So if C is greater than 0, അതിനർത്ഥം X and Y are close substitute goods എന്നാണ്. അതായത് സപ്പോസ് പ്രൈസ് ഓഫ് ഗുഡ് വൈ കൂടിയപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എക്സും കൂടുവാണെങ്കിൽ ദെൻ ബോത്ത് എക്സ് ആൻഡ് വൈ ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതേസമയം ഇഫ് സി ഈസ് ലെസ് ദാൻ 0, ദെൻ എക്സ് ആൻഡ് വൈ ആർ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അതായത് സപ്പോസ് പ്രൈസ് ഓഫ് ഗുഡ് വൈ കൂടുന്ന അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എക്സ് കുറയുവാണെങ്കിൽ ദെൻ ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ ആർ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അവിടെ സി ലെസ് ദാൻ 0 ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് സപ്പോസ് ഇഫ് സി ഈസ് ഈക്വൽ ടു 0, then X and Y are unrelated goods. അതായത് ഗുഡ് വൈൻ്റെ പ്രൈസിൽ മാറ്റം വരുന്ന അനുസരിച്ച് ഗുഡ് എക്സിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ എക്സും വൈയും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഇതേപോലെ തന്നെയാണ് ഇൻകം ഇലാസ്റ്റിസിറ്റിയിലും വരുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡി ആണ്. സോ ഇഫ് ഡി ഇസ് ഗ്രേറ്റർ ദാൻ 0, ദെൻ എക്സ് ഇസ് എ നോർമൽ ഗുഡ്. അതായത് ഇൻകം കൂടുന്ന അനുസരിച്ച്, കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുന്ന അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എക്സും കൂടുവാണെങ്കിൽ ദെൻ ഗുഡ് എക്സ് ഇസ് എ നോർമൽ ഗുഡ്. ഇഫ് ഡി ഈസ് ലെസ് ദാൻ 0, ദെൻ എക്സ് ഇസ് ആൻ ഇൻഫീരിയർ ഗുഡ്. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുന്ന അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എക്സ് കുറയുവാണെങ്കിൽ ദെൻ ഗുഡ് എക്സ് ഇസ് ആൻ ഇൻഫീരിയർ ഗുഡ്. അതേപോലെ ഇഫ് ഡി ഈസ് ഈക്വൽ ടു 0, ദെൻ എക്സ് ഇസ് എ സ്റ്റിക്കി ഗുഡ്. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ മാറ്റം വരുന്ന അനുസരിച്ച് ഗുഡ് എക്സിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ ദെൻ ഗുഡ് എക്സ് ഇസ് എ സ്റ്റിക്കി ഗുഡ്. സോ ഇത്രയുമാണ് പ്രൈസ് ക്രോസ് ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്